ലോകത്തില് 7 വൻകരയിലും അതുപോലെ തന്നെ ഭൂമിയുടെ തെക്കേ അറ്റത്തും യൂറോപ്യൻ രാജ്യങ്ങൾ 10-25 രാജ്യങ്ങളിൽ പോയിരുന്നെങ്കിലും ഭൂമിയുടെ വടക്കേ അറ്റത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ, ആർട്ടിക് സർക്കിളിനോട് ചേർന്ന് കിടക്കുന്ന നോർവേ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഞാൻ തരപ്പെടുത്തിയത്. ഞങ്ങൾ ആദ്യമായി എത്തിയത് നോർവേയിലാണ്. നോർവേയുടെ ഓസ്ലോ ആണ് നോർവേയുടെ ക്യാപിറ്റൽ സിറ്റി. അവിടെ സിറ്റി ഒക്കെ കണ്ട് ഏകദേശം -13 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു തണുപ്പ്. മഞ്ഞ് ഐസ് മൂടിക്കിടക്കുന്ന എല്ലാവിടെയും കൊച്ചു കൊച്ചു തടാകങ്ങളൊക്കെ ഐസ് മൂടിയ തടാകങ്ങളായി മാറിയിരുന്നു. ഞങ്ങളെ കൂടെയുള്ള സഹയാത്രികളൊക്കെ പറഞ്ഞത് നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തെന്നി വീഴാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങൾ ഫിൻലാൻഡിൽ എത്തിയപ്പോൾ നമ്മളൊരു സഹയാത്രികൻ തെന്നി വീഴുകയും ചെറിയൊരു കാലിന് ക്ഷതം ഏൽക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഓസ്ലോയിലെ നഗരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ അടുത്തുള്ള ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള ഫാം എന്ന പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെയാണ് ലോക പ്രശസ്ത ഫിയോഡ് ഉള്ളത്. ഫിയോഡ് എന്നാൽ ചെങ്കുത്തായ പർവ്വതങ്ങൾക്കിടയിലേക്ക് കയറിക്കിടക്കുന്ന സമുദ്ര ഭാഗത്തെയാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. ഫിയോഡ് 1000 മീറ്റർ ആഴത്തിൽ ഉള്ള ഫിയോഡുകൾ. 2 മണിക്കൂർ ആണ് ഞങ്ങളെ ചെറിയ കപ്പലിൽ കൂടി ഫിയോഡിൽ കൂടി യാത്ര ചെയ്തത്. വളരെ മനോഹരമായിരുന്നു ആ യാത്ര. ചെങ്കുത്തായ പർവ്വതങ്ങൾ, അതും മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതങ്ങൾ, കൊച്ചു കൊച്ചു തടാകങ്ങൾ, ഐസ് നിറഞ്ഞ തടാകങ്ങൾ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ യാത്ര വളരെ മനോഹരമായിരുന്നു. ലോക പ്രശസ്ത ഫിയോഡുകളിൽ ഒന്നായ നാരോ ഫിയോഡ്, അതിലെ കൂടിയായിരുന്നു ആ യാത്ര. ഫാമിലെ കാഴ്ചകൾ കണ്ട് ഫിയോഡുകളൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ യാത്ര പോയത് പിന്നീട് സ്വീഡനിലേക്കാണ്. സ്വീഡനിലെ തലസ്ഥാന നഗരിയായ സ്റ്റോക്ക്ഹോം ഐലൻഡ് കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. 14 ദ്വീപുകളും അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് 50 പാലങ്ങളുമുള്ള ഒരു ദ്വീപ്. അവിടെയും തണുപ്പ് -14, -15 ആയിരുന്നു. മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഐസ് മൂടിക്കിടക്കുന്ന, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അവിടെയും കൊച്ചു കൊച്ചു തടാകങ്ങളൊക്കെ ഐസ് മൂടിക്കിടന്നിരുന്നു. അവിടെ നമ്മൾ മെയിനായിട്ട് കാണേണ്ടത്, പട്ടണങ്ങളിൽ ധാരാളം കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് വാസാ മറൈൻ ടൈം മ്യൂസിയം 17-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1628 യുദ്ധക്കപ്പൽ അവരുടെ കന്യായാത്രയിൽ തന്നെ മുങ്ങിപ്പോയിരുന്നു. അങ്ങനെയുള്ള ആ ഷിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാഴ്ചകൾ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ വൈകുന്നേരം എൻ്റെ നാട്ടുകാരനായ സുഹൃത്തും അവരുടെ ഭാര്യയും മകളും കൂടി എന്നെ കാണാൻ ഞങ്ങൾ സ്റ്റോക്ക്ഹോമിൽ താമസിച്ച ഹോട്ടലിൽ വന്നിരുന്നു. വളരെ മനോഹരമായിരുന്നു സ്റ്റോക്ക്ഹോമും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ. ജീവിതത്തിൽ നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ മഞ്ഞുകാലത്ത് തന്നെ പോകണം. എന്നാലേ പ്രദേശത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾക്ക് യാത്ര മുഴുമിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വീഡൻ സ്റ്റോക്ക്ഹോമിൽ നിന്നും പിന്നെ ഞങ്ങൾ പോയത് SK പൊറ്റക്കാട് വിശേഷിപ്പിച്ച പാതിരാ സൂര്യന്റെ നാട്ടിൽ. അദ്ദേഹത്തിന്റെ ഈ പാതിരാ സൂര്യന്റെ നാട്ടിൽ തുടങ്ങിയുള്ള യാത്രാ വിവരണം വായിച്ചാണ് ഞാൻ യാത്ര പോകാൻ തന്നെ എനിക്ക് പ്രചോദനം കിട്ടിയത്. ഇന്ന് 19 രാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അവിടെ നിന്നും പുറപ്പെട്ട് ഞങ്ങൾ ഹെൽസിങ്കിയിലാണ് എത്തുന്നത്. അത് പാതിരാ സൂര്യന്റെ നാട് ഫിൻലൻഡിന്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി. ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പീപ്പിൾ ജീവിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അവിടെയും കാലാവസ്ഥ ഈ പറഞ്ഞതുപോലെ -15, -16 ആയിരുന്നു. അവിടെ ഫിൻലൻഡിൽ ഹെൽസിങ്കിയിലുള്ള ഒരു ഹോട്ടലിൽ താമസിച്ച് ഹെൽസിങ്കിയിലുള്ള ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ കണ്ട് ഈ കാഴ്ചക്കിടയിലാണ് നമ്മുടെ ഒരു സഹയാത്രികൻ അതായത് ഐസിൽ നിന്ന് തെന്നി വീണ് കാലിന് ക്ഷതമേറ്റത്. ഞങ്ങളെ ഗൈഡും അതുപോലെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവിടെയും ഐസ് മൂടി കിടക്കുകയാണ്, അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം തെന്നി വീണത്. ഫിൻലൻഡിൽ നിന്നും ഹെൽസിങ്കിയിൽ നിന്നും പിന്നീട് കാലത്ത് ഞങ്ങൾ ആർട്ടിക് സർക്കിൾ അടുത്തുള്ള സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഹെൽസിങ്കി എയർപോർട്ടിൽ, അത് ഫ്ലൈറ്റിനാണ് പോയത്. അവിടെ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ അകലെയാണ് ആർട്ടിക് സർക്കിളിനടുത്തുള്ള പട്ടണം. റൊവാനിമി എന്നാണ് ആ പട്ടണത്തിന്റെ പേര്. ഈ റൊവാനിമിയിലേക്കുള്ള ഫ്ലൈറ്റ് ഏകദേശം 2 മണിക്കൂറാണ്. ഹെൽസിങ്കി എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾ 2 മലയാളികളെ ഹെൽസിങ്കി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെടാനിടയായി. ഒരാൾ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം അവിടെ നോക്കിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മറ്റേയാളാണെങ്കിൽ തിരുവനന്തപുരക്കാരനാണ്. അദ്ദേഹം ഫ്ലൈറ്റ് പൈലറ്റായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. അവിടുന്ന് യാത്ര പുറപ്പെട്ട് ഈ ആർട്ടിക് സർക്കിളിനടുത്തുള്ള നൊവാരിമി എന്ന പട്ടണത്തിൽ ഞങ്ങൾ എത്തുകയും അവിടെ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുകയും ചെയ്തു. ചുറ്റുപാടുള്ളവർക്ക് കണ്ടു. പിന്നീടാണ് ഞങ്ങൾ ആർട്ടിക് സർക്കിൾ
കാണാൻ പിറ്റേന്നാണ് ഇറങ്ങിയത്. വളരെ മനോഹരം. റെയിൻഡിയർ വലിക്കുന്ന വണ്ടികൾ, അതുപോലെ തന്നെ ഹസ്കി ഡോഗ്, സൈബീരിയൻ ഹസ്കി ഡോഗ് വലിക്കുന്ന വണ്ടികൾ, ഇങ്ങനെ പല കാഴ്ചകളും അവിടെ കാണാൻ കഴിഞ്ഞു. അവിടെയും ഞാൻ അന്റാർട്ടിക്കയിൽ പോയപ്പോൾ ഭൂമിയുടെ തെക്കേറ്റത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അവിടുന്ന് കാർഡുകളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ നാട്ടിൽ കിട്ടിയിരുന്നു. പക്ഷെ ഇവിടുന്നും അതുപോലെ തന്നെ വടക്കേ അറ്റത്തും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കാർഡ് പോസ്റ്റ് ചെയ്തു, പക്ഷേ ആർക്കും കിട്ടിയതായി എന്നെ അറിയിച്ചിട്ടില്ല. ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആർട്ടിക് സർക്കിൾ സ്ഥിതി ചെയ്യുന്ന അടുത്ത്, അതായത് ഫിൻലൻഡിന്റെ ലാപ്ലാൻഡ് എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ തലസ്ഥാനമാണ് റൊവാനിമി. റൊവാനിയിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് ആർട്ടിക് സർക്കിൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ, കാർഡുകളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ നാട്ടിലാർക്കും അത് കിട്ടിയതായി അറിയില്ല. അങ്ങനെ ഭൂമിയുടെ വടക്കേ അറ്റത്ത് അന്ന് രാത്രിയാണ് നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അറോറ, അതായത് നോർത്തേൺ ലൈറ്റ് കാണാൻ പോകേണ്ടത്. റൊവാനിമിയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകേണ്ടത്. -20 ഡിഗ്രി സെന്റിഗ്രേഡിൽ. ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ ആകാശത്ത് നോക്കി നിന്നു. ദൈവാധീനം, നമുക്ക് അറോറ ലൈറ്റ് കാണുവാൻ കഴിഞ്ഞു. നമ്മളൊക്കെ പലരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടാണ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നത്. ആർട്ടിക് സർക്കിൾ ലാപ്ലാൻഡിന്റെ തലസ്ഥാനമായ റുവാനിമിയിൽ നിന്ന് തിരിച്ച് വന്നത് ട്രെയിനിലായിരുന്നു. റുവാനിമിയിൽ നിന്ന് ഹെൽസിങ്കിയിലേക്ക് 900 കിലോമീറ്റർ. രാത്രി 9 മണിക്ക് കയറി കാലത്ത് 9 മണിക്ക് ഹെൽസിങ്കിയിലെത്തി. 2 പേർക്കുള്ള ക്യാബിൻ, എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ക്യാബിനായിരുന്നു. ബാത്റൂം അടക്കമുള്ള ക്യാബിൻ, അതുപോലെ തന്നെ ഡൈനിങ് റൂം. വളരെ സൗകര്യപ്രദമായ, ഒരു ശല്യമില്ലാത്ത, ശബ്ദ മലിനീകരണം മറ്റൊന്നുമില്ലാത്തൊരു സുഖ യാത്ര. ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ഇത്രയും പ്രദേശങ്ങളൊക്കെ കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് തന്നെയാണ് സർവസ്തുതിയും.